ഹായ് ഓൾ, ഇന്ന് നമ്മൾ CUET സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നുള്ള ടോപ്പിക്കിൽ ലാസ്റ്റ് 3 ഇയേഴ്സിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഇത് 24 ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ സർട്ടൻ സമ്മ് 2356 ആയി, 3 ഇയേഴ്സ് കൊണ്ട് 2356 ആയി. അതുപോലെ 5 ഇയേഴ്സ് കൊണ്ട് അത് 2660 ആയി മാറി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് ആ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണെന്നാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. നമ്മളിവിടെ ഇയേഴ്സിൻ്റെ ഡിഫറൻസ് എടുത്താൽ നമുക്ക് കിട്ടുന്നത് 2 ഇയേഴ്സ് ആണ്. അതുപോലെ ഈ എമൗണ്ടിൻ്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇവിടെ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 304 ആണ്. സോ 2 ഇയേഴ്സ് കൊണ്ട് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ് ഈ ഒരു എമൗണ്ടിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. 2 ഇയേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് 304 ആണെങ്കിൽ നമുക്ക് 1 ഇയറിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഹാഫ് ആയിരിക്കും. സോ നമുക്ക് കിട്ടുന്നത് 152 ആണ്. 1 ഇയറിൻ്റെ ഇൻട്രസ്റ്റ് ആണ് 152 വരുന്നത്. സോ 3 ഇയറിൻ്റെ ഇൻട്രസ്റ്റ് അതിൻ്റെ 3 ടൈംസ് ആയിരിക്കും. സോ 152 × 3 ആയിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു 456 ആണ് നമുക്ക് 3 ഇയേഴ്സ് കൊണ്ട് കിട്ടുന്ന ഇൻട്രസ്റ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴും എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് ആണ്. ഇവിടെ 3 ഇയേഴ്സിലെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ പ്ലസ് 3 ഇയേഴ്സിലെ ഇൻട്രസ്റ്റ് ആണ്. ഇപ്പോൾ നമുക്ക് ഓൾറെഡി കിട്ടിയിരിക്കുന്നത് 3 ഇയേഴ്സിലെ ഇൻട്രസ്റ്റ് ആണ്. 3 ഇയേഴ്സിലെ എമൗണ്ട് ആണ് 2356 എന്നുള്ളത്. സോ പി പ്ലസ് 3 ഇയറിലെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 456 ആണ്. സോ നമുക്ക് കാണേണ്ട സം എന്ന് പറഞ്ഞാൽ 2356 മൈനസ് 456 which is equal to 1900 ആണ്. സോ നമ്മുടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ നമ്മൾ ഒരു സം എമൗണ്ട് ഓഫ് മണി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് 3 ഇയേഴ്സിനാണ്. എത്രയാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനേക്കാൾ 2% കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഉള്ളതിനേക്കാൾ 360 കൂടുതൽ എന്നാണ് പറഞ്ഞത്. സോ ലെറ്റ് നമ്മൾ 6 ആണ് ആദ്യത്തെ കേസിൽ വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല നമുക്കറിയാം, PRT/100. പി ഇവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് ഞാൻ P എന്ന് മാർക്ക് ചെയ്തിരിക്കുക തന്നെയാണ്. 6 നമുക്കറിയില്ല, സോ നമ്മൾ അതിനെ 6 എന്ന് എടുത്തു. പക്ഷേ ഇയേഴ്സ് തന്നിട്ടുണ്ട് 3 ഇയേഴ്സ് ആണ്. ഇതാണ് നമുക്ക് ഇനീഷ്യലി കിട്ടുന്ന ഇൻട്രസ്റ്റ്. പക്ഷേ ഇപ്പോൾ എന്ത് വന്നു, 2% ഇൻക്രീസ് ചെയ്തു. അപ്പോൾ പുതിയ ഇൻട്രസ്റ്റ്, ന്യൂ ഇൻട്രസ്റ്റ് എന്നുള്ളത് ഞാൻ ന്യൂ എന്ന് ഡിനോട്ട് ചെയ്യാണ്. അത് സെയിം പ്രിൻസിപ്പിളാണ്, പക്ഷേ റേറ്റ് 2% കൂട്ടുമ്പം R+2 ആയി ഇൻറ്റു 3/100. ഇത് നമുക്കറിയാം ഫസ്റ്റ് എഴുതിയതിനേക്കാൾ 360 കൂടുതലാണ്, അല്ലെങ്കിൽ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 360 ആണ്. സോ നമുക്ക് P ഇൻറ്റു R+2 ഇൻറ്റു 3/100 മൈനസ് P ഇൻറ്റു R ഇൻറ്റു 3/100. ഇതാണ് 360 എന്ന് തന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ PR ഇൻറ്റു 3/100 പ്ലസ് P ഇൻറ്റു 2 ഇൻറ്റു 3/100 മൈനസ് PR 3/100 ആണ് 360. സോ നമ്മൾ ഇത് രണ്ടും അങ്ങ് ക്യാൻസലായി പോയിട്ട് P ഇൻറ്റു 6/100 ആണ് നമുക്ക് എന്ത് വരുന്നത്, P ഇൻറ്റു 6/100 ഈക്വൽ ടു 360 എന്ന് വരും. അല്ലെങ്കിൽ നമുക്കിവിടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ P ഈക്വൽ ടു 60 ഇൻറ്റു 100, സോ 6000 എന്ന് വരും. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ നമുക്ക് ഒരു സം പ്രിൻസിപ്പൽ എമൗണ്ട് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റേറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. റേറ്റ് ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്, ഇയറും തന്നിട്ടുണ്ട്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല എമൗണ്ടിനാണ്. എമൗണ്ട് ഈസ് ഈക്വൽ ടു P ഇൻറ്റു 1 + R/100 ഹോൾ റേസ് ടു n ആണ്. P പ്രിൻസിപ്പൽ ആണ്, R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, n നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ 2226.05 ആണ് എമൗണ്ട്, വിച്ച് ഇസ് ഈക്വൽ ടു P തന്നത് 2000 ആണ്, ഇൻറ്റു R ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അത് അതുപോലെ റെപ്രസെൻറ്റ് ചെയ്യുക. റേസ് ടു n എന്നുള്ളത് 2 ഇയേഴ്സ് ആണ് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈ 2000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 + R/100 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇവിടെ ഡെസിമൽ മാറ്റി റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 222605 ഡിവൈഡഡ് ബൈ, നമ്മൾ ആ ഡെസിമൽ മാറ്റിയത് കൊണ്ട് താഴെയും അതുപോലെ 2 zeros മാർക്ക് ചെയ്യുക. ഇനി നമുക്കിവിടെ 5 വെച്ച് ക്യാൻസൽ ചെയ്യാം. സോ 4 22 വീണ്ടും 22 വരുമ്പോൾ 4 × 20 അഗെയിൻ 26 5 ആണ്. സോ 5 × 25 അഗെയിൻ 2 1 എന്ന് വരും. ഇത് 5 വെച്ച് ക്യാൻസൽ ചെയ്താൽ ഇവിടെ 4000 എന്ന് വരും. ഓക്കെ, ഇതാണ് നമുക്ക് 1 + R/100 സ്ക്വയറിൻ്റെ വാല്യൂ കിട്ടിയിരിക്കുന്നത്. 44521 ഡിവൈഡഡ് ബൈ 4. ഈ താഴെ ഇരിക്കുന്നത് നമുക്കറിയാം അത് 200ൻ്റെ സ്ക്വയർ ആണെന്നറിയാം. അതേപോലെ മുകളിലത്തെ നമ്പർ ഏതിൻ്റെ സ്ക്വയർ ആണെന്ന് അറിയണം. 44
521 ആണ്. സോ നമ്മൾ 2 ഡിജിറ്റിനെ പെയർ ചെയ്യാം. ഇവിടെ നമുക്ക് യൂണിറ്റ് ഡിജിറ്റിൽ വന്നിരിക്കുന്നത് 1 ആണ്. സോ നമ്മുടെ സ്ക്വയർ നമ്പറിൻ്റെ സ്ക്വയർ റൂട്ടിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് ഒന്നുകിൽ 1 ആയിരിക്കും അല്ലെങ്കിൽ 9 ആയിരിക്കും. കാരണം 9 സ്ക്വയർ 81 അല്ലെങ്കിൽ 1ൻ്റെ സ്ക്വയർ ആണ് നമുക്ക് സ്ക്വയർ യൂണിറ്റ് ഡിജിറ്റിൽ 1 വരുന്നത്. ഇനി 445ൻ്റെ അടുത്ത് വരുന്ന നമ്പർ സ്ക്വയർ നമ്പർ നോക്കുകയാണെങ്കിൽ 21 സ്ക്വയർ ആണ് 441 വരുന്നത്. സോ ഒന്നുകിൽ നമ്മുടെ നമ്പർ 211 അല്ലെങ്കിൽ 219 ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 44521 എന്ന് പറയുന്നത് 211ൻ്റെ സ്ക്വയർ ആണ്. സോ നമുക്ക് 211 ഇതിനെ നമുക്ക് സ്ക്വയർ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. സോ 1 + r/100 ഹോൾ സ്ക്വയർ ആണ് കിട്ടിയിരിക്കുന്നത്. ഇതിൽ നിന്നും നമുക്ക് 1 + r/100 എഴുതാൻ പറ്റും. ഇവിടേക്ക് എഴുതാം 1 + r/100 ഈക്വൽ ടു നമുക്ക് 211/200 എന്ന് എഴുതാം. ഓർ r/100 ഈക്വൽ ടു 11 സോ r/100 ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ 211/200 -1 ആണ് വരുന്നത്. -1 ആണ് വരുന്നത്. സോ ചെയ്ത് കഴിഞ്ഞാൽ 11/200 വരും. ഓർ r ഈക്വൽ ടു 11/2 വിച്ച് ഇസ് ഈക്വൽ ടു 5.5. സോ നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 5.5 ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഇവിടെ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. പക്ഷേ അത് തന്നിരിക്കുന്നത് ഡേയ്സിലാണ്. നമുക്ക് ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല നമുക്ക് I = PRT/100 ആണ്. ഇതിൽ ഈ ടി എന്നുള്ളത് ഇയറിലായിരിക്കണം. സോ 120 ഡേയ്സിനെ നമ്മൾ ഇയറിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യുക. പി നമുക്ക് തന്നിരിക്കുന്നത് 4800 ആണ്. ഇൻറ്റു R 10% ആണ്. ടി എന്നുള്ളത് 120 ഡേയ്സ് ആണ്. ആ 120യെ നമ്മൾ ഡേയ്സിൽ നിന്ന് ഇയറിലേക്ക് മാറ്റുമ്പോൾ 365 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ബൈ 100 ആണ് വരുന്നത്. സോ നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 5 വെച്ച് ക്യാൻസൽ ചെയ്യാം. ഇവിടെ 2 വരും. ഇവിടെ 5 വെച്ച് ക്യാൻസൽ ചെയ്താൽ 7 × 35 ആണ്. 15ൽ 73 ആണ് വരുന്നത്. 42 × 240 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 11520 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 73. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 157.80 ആണ്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എമൗണ്ട് 3 ടൈംസ് ആവും 20 ഇയേഴ്സ് കൊണ്ട്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. എമൗണ്ട് 3 ടൈംസ് 20 ഇയേഴ്സ് കൊണ്ട് ആവുകയാണെങ്കിൽ നമ്മൾ R ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ അത് ഫോർമുല 200/T ചെയ്താൽ മതി. ടി എന്നുള്ളത് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. സോ ഇവിടെ നമുക്ക് 200/20 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 10 ആണ്. സോ R എന്ന് പറയുന്നത് 10% ആയിരിക്കും. ഇവിടെ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് 8 മന്തിനാണ്. ഫോർമുല ഐൻ്റെ സെയിം ഫോർമുലയാണ്. പി ഇവിടെ തന്നിരിക്കുന്നത് 22,000 ആണ്. ഇൻറ്റു R = 8 1/4 ആണ്. അതിനെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് കൺവേർട്ട് ചെയ്യുക. 8 × 4 32 + 1 33/4 എന്ന് എഴുതണം. ഇൻറ്റു 8 മന്ത് ആകുമ്പോൾ മന്തിനെ ഇയറിലേക്ക് മാറ്റാൻ നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ 8/12 ഡിവൈഡഡ് ബൈ 100 ആണ് വരുന്നത്. സോ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടെ 2 ആവും. 2ഉം 12ഉം ക്യാൻസൽ ചെയ്താൽ 6 ആവും. എഗെയിൻ നമുക്ക് ഇവിടെ 6നെയും 220യെയും 2 വെച്ച് ക്യാൻസൽ ചെയ്യാം. സോ 110 വരും. ഇവിടെ നമുക്ക് ബാക്കി 3 ഉണ്ടാവുക. 3ഉം 33യും ക്യാൻസൽ ചെയ്താൽ 11 ആയിരിക്കും വരുന്നത്. സോ നമുക്ക് ആൻസർ വരുന്നത് 110 × 11 ആണ് വരുന്നത്. സോ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് 1210 വിച്ച് ഇസ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് 6 മന്തിനാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സെയിം ഫോർമുല I = P 9000 × R 5. ഇവിടെ 6 മന്ത് എന്ന് പറയുമ്പോൾ 6/12 നമുക്ക് ഹാഫ് ഇയർ ആണ് വരുന്നത്. ഡിവൈഡഡ് ബൈ 100 വരും. സോ നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 വെച്ച് ക്യാൻസൽ ചെയ്യാം. സോ 45 നമുക്ക് വരുന്നത് 45 × 5 ആണ്. സോ ആൻസർ വരിക 225 ആണ് വിച്ച് ഇസ് ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ. ഇവിടെ നമുക്ക് സമ്മ് ഡബിൾ ആവുന്നത് 15 ഇയേഴ്സ് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഒരു സമ്മ് ഡബിൾ ആവുമ്പോൾ നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ അത് 100/T ആയിരിക്കും. ടി ഇവിടെ 15 ഇയേഴ്സ് ആണ്. സോ 100/15 കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 5 വെച്ച് ക്യാൻസൽ ചെയ്താൽ 20/3 വരും. ഇവിടെ ഓപ്ഷൻ നമുക്ക് മിക്സഡ് ഫ്രാക്ഷനിലാണ് തന്നത്. സോ നമുക്ക് 20യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കോഷ്യൻ പാർട്ട് 6 ആണ് വരിക. 6 × 3 18 ആണ്. 2 ആണ് റിമൈൻഡർ. സോ 6 2/3